എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 7ാം വാരത്തിലെ വോട്ടിംഗ് ആവേശം നിറഞ്ഞ പുരോഗമിക്കുകയാണ്. ഇതുവരെ കണ്ട വോട്ട് നിലയിൽ നിന്ന് വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചില സംഭവ വികാസങ്ങൾ വോട്ട് നിലയിൽ വലിയ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി 8 മണി വരെയുള്ള ഹോട്ട്സ്റ്റാർ വോട്ട് നില എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. വോട്ടിംഗ് പട്ടികയിൽ ഷാനവാസ് തന്റെ ലീഡ് കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. 9427 വോട്ടുകളുമായി ഷാനവാസ് 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ഷാനവാസും നെവിനും തമ്മിലുണ്ടായ വഴക്ക് നെവിന്റെ വോട്ടുകളെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും ഷാനവാസിന്റെ സ്ഥാനം അത് കൂടുതൽ ഉറപ്പിച്ചു. നേരത്തെ 3ാം സ്ഥാനത്തായിരുന്ന നൂറ ഇപ്പോൾ 7698 വോട്ടുകളുമായി 2ാം സ്ഥാനത്തേക്ക് മുന്നേറിയപ്പോൾ 7165 വോട്ടുകളുള്ള അഖില 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പട്ടികയുടെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ ബിന്നി 5973 വോട്ടുകളുമായി 4ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം റെനയും ആര്യനും തമ്മിലുണ്ടായ ചൂടേറിയ വഴക്ക് വോട്ട് നിലയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാക്കി. ആ തർക്കത്തിന് ശേഷം റെനയ്ക്ക് ലഭിച്ച പ്രേക്ഷക പിന്തുണ വോട്ടുകളിലും കാണാം. റെന 5592 വോട്ടുകളുമായി 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു. എന്നാൽ ആര്യൻ 4862 വോട്ടുകളുമായി 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നെവൻ 3619 വോട്ടുകളുമായി 7ാം സ്ഥാനത്ത് തുടരുന്നു. ഏറ്റവും താഴെയുള്ള മത്സരാർത്ഥികളുടെ വോട്ടുകളിൽ നേരിയ മുന്നേറ്റം കാണാം. ലക്ഷ്മി 3050 വോട്ടുകളുമായി 8ാം സ്ഥാനത്തേക്കെത്തി. ഏറ്റവും അവസാന സ്ഥാനത്ത് ഇപ്പോഴും സാബുമാൻ തന്നെയാണ്. 2181 വോട്ടുകളാണ് സാബുമാന് ലഭിച്ചത്. സേഫ് സോണിലേക്കെത്താൻ ഇവർക്ക് കൂടുതൽ വോട്ട് ആവശ്യമാണ്. ബിഗ് ബോസ് എന്നത് എപ്പോഴും ഒരു അപ്രതീക്ഷിതമായ ഷോയാണ്. ആര് എപ്പോൾ വേണമെങ്കിലും ഔട്ടാകാം. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലും വോട്ടിംഗ് നിലയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയെ ഈ എവിക്ഷൻ റൗണ്ടിൽ നിന്ന് രക്ഷിക്കാൻ വോട്ട് ചെയ്യേണ്ടത് ഈ സമയത്ത് വളരെ നിർണായകമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയുടെ പേര് താഴെയൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.